ഒരു 11 മണി 11:30 ആയപ്പോഴത്തേനും മഴ ചെറുതായിട്ടൊന്ന് കുറഞ്ഞു കേട്ടോ. വെയിലൊക്കെ വരുന്ന രീതിയിലൊരു കാലാവസ്ഥയൊക്കെ വെച്ചു. അപ്പോഴത്തേക്കും നമ്മൾ ചെയ്യുന്ന ആദ്യത്തെ പരിപാടിയാണ് ഇറയത്തിൽ കൂടെ ഉണങ്ങാതെ കിടക്കുന്ന തുണികളെല്ലാം കൊണ്ടുവന്ന് മുറ്റത്തിടൽ. അത് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും മഴ പെയ്യും കേട്ടോ. ദിവസം ഒരു 5-6 വട്ടമെങ്കിലും ഇത് ചെയ്യും. ഇതിപ്പോൾ ഒരു വ്യായാമമായിട്ടുണ്ടേ. രാവിലെ തന്നെ പെൻഷൻ ക്യാഷുമായിട്ട് ചേട്ടൻ വന്നിട്ടുണ്ട് കേട്ടോ, അമ്മച്ചിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടേ. അമ്മ അതാ കൊച്ചിന് ഒരു മണ്ണിരേനെ കാണിച്ചു കൊടുക്കുവാണേ. അവൻ ആദ്യമായിട്ടാണല്ലോ മണ്ണിരേനെയൊക്കെ കാണുന്നത്. ശരിക്കും പറയുവാണേലേ, ഇന്നലെ രാത്രിയിലെ മഴയിൽ ഞാൻ വിചാരിച്ചു ഈ മീൻകുളത്തിലുള്ള മീനുകളെല്ലാം തുളുമ്പി താഴെ പോയി കാണുന്നു. പക്ഷെ കുറച്ചും കൂടെ കിടപ്പുണ്ട് കേട്ടോ. കുറച്ച് നേരത്തിന് ശേഷം ദാ മഴയൊക്കെ വീണ്ടും ചെറുതായിട്ട് തൂളാൻ തുടങ്ങി കേട്ടോ. ഈ ഡാലിയയുടെ ചെടിയിൽ ചെറുതായിട്ട് പുഴു പിടിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്. പൂവ് കാണാൻ നല്ല ഭംഗിയായിട്ടോ. എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു ഇതിൻ്റെ കളറെ. പക്ഷേ ഇതിൻ്റെ ഇതളുകൾ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. തിക്കായിട്ടുണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ പൂവിൻ്റെ കളർ എനിക്കിഷ്ടമാണ്. പക്ഷേ ഇതളുകൾക്ക് തിക്നെസ് കുറവാണേ. മഴത്തക്കം കിട്ടിയപ്പോൾ അമ്മ റോസാ ചെടികളൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കി കൊടുക്കുവാണ് കേട്ടോ. ഇനി ഈ ഒരു ഡാലിയനെയും കൂടെ കാണിച്ചില്ല എന്ന് വേണ്ട. ഇത് കണ്ടോ, നല്ല തഴച്ച് വളരുന്നില്ലേ. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് നിൽക്കുന്നത് വേറൊരു കളറാണ്. അപ്പോൾ വിരിയുമ്പോൾ ഞാൻ കാണിച്ചു തരാം. നല്ല ഭംഗിയുള്ള പൂക്കളാണ്. ഇത് മഞ്ഞ വിരിഞ്ഞ് വരുന്നതേ ഉള്ളൂ കേട്ടോ. 1-2 മൊട്ടുകളും കൂടെ കിടപ്പുണ്ടേ. അങ്ങനെ എൻ്റെ വീടിൻ്റെ അടുത്ത് ഉറവ ഇഷ്ടം പോലെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ. അപ്പോൾ ഉറവ വെള്ളം കണ്ടപ്പോൾ അമ്മയ്ക്കൊരാഗ്രഹം കുട്ടിക്കാലത്തെ പോലെ തോണി ഉണ്ടാക്കി കളിക്കാൻ. അങ്ങനെ എൻ്റെ പുസ്തകത്തിൽ പേജൊക്കെ പറിച്ചുകൊണ്ട് വന്നിട്ട് അമ്മ കൊച്ചിന് തോണിയൊക്കെ ഉണ്ടാക്കി കൊടുത്തു കേട്ടോ. അങ്ങനെ അത് കുറച്ച് നേരം കളിച്ചപ്പോഴത്തേനും മഴ നന്നായിട്ട് പെയ്തു. അപ്പോൾ തുണികളൊക്കെ വീണ്ടും തിരിച്ചെടുത്ത് കേട്ടോ. ഇന്നലത്തേക്ക് കാറ്റ് കാരണം കണ്ടോ, പുളിയിലുള്ള ഇലകളെല്ലാം മൊത്തത്തിൽ പോയിട്ടുണ്ട്. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.